നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീ ഹനുമാൻ ഭക്തിയോടെ സീതാദേവിയോട് ഉണർത്തി. ദേവി മഹാവീരന്മാരായ വാനര സൈന്യത്തോടും വൃക്ഷസംഘത്തോടും കൂടി കാകുത്സ്ഥൻ ഈ ലങ്കയിൽ എത്തും. സർവശത്രുക്കളെയും നിഗ്രഹിച്ച് നിന്തിരുവടിയുടെ അഴലൊഴിക്കും. ശ്രീരാമസ്വാമിയുടെ ബാണങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ശക്തനോ സമർത്ഥനോ ആയി ദേവന്മാരിലോ മനുഷ്യരിലോ അസുരന്മാരിലോ ഒരുവനെയും ഞാൻ കാണുന്നില്ല. ദേവി കാലാത്മാവായ സൂര്യനെയും ത്രിലോകാധിപനായ ദേവേന്ദ്രനെയും സൂര്യസുതനായ അന്തകനെയും ഒന്നിച്ച് എതിർക്കുവാനും ജയിക്കുവാനും ദേവന് സാധിക്കും. ശക്തിസ്വരൂപിണിയായ ദേവിയാണ് യുദ്ധത്തിന് കാരണമെന്ന് വന്നാൽ പിന്നെ പറയേണ്ടതുണ്ടോ? സമുദ്രാവൃതമായ ഭൂമിദേവിയെ സ്വാധീനമാക്കി നിയന്ത്രിക്കുവാനുള്ള അർഹത ദേവന് മാത്രമേയുള്ളൂ. ജനക മഹാരാജ നന്ദിനി സ്വാമിയുടെ വിജയം ദേവി നിമിത്തമാണെന്നും എനിക്കറിയാം. ഏറ്റവും മധുരവാക്കുകളിൽ ഹനുമാൻ പറഞ്ഞ പരമാർത്ഥം കേട്ട ജാനകീദേവി ബഹുമാനിച്ചു. മടങ്ങിപ്പോകാൻ തയ്യാറായ കപീന്ദ്രനെ സൗഹാർദ്ദപൂർവം വീണ്ടും വീണ്ടും കടാക്ഷിച്ച് ഭർതൃസ്നേഹസൂചകമായ വാക്കുകളാൽ ഒന്നുകൂടി പരീക്ഷിച്ചു. ഹേ വീര, ശത്രു സംഹാരത്തിൽ അതിസമർത്ഥനായ നീ വിരോധമില്ലാത്ത പക്ഷം ഏതെങ്കിലും മറവുള്ള ഒരു സ്ഥലത്തിൽ ഇരുന്ന് ഇന്ന് മുഴുവൻ വിശ്രമിക്കൂ. ക്ഷീണം മാറ്റി നാളെ പോകാം. വാനരോത്തമ, ഞാനൊരു മന്ദഭാഗിയാണ്. എൻ്റെ കഠിന ദുഃഖത്തിന് അല്പമെങ്കിലും ശാന്തി നിന്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകും. മാരുതി, ഇവിടെ നിന്ന് പോയാൽ മടങ്ങി വരുന്നത് സംശയമായി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാണധാരണവും സന്ദേഹമാണെന്ന് ഉറച്ചുകൊള്ളൂ. അതിൽ സംശയമില്ല. വായുപുത്ര, വ്യസനാർണവ നിമഗ്നയായ എനിക്ക് വീണ്ടും നിന്നെ കാണാൻ സാധിക്കാതെ വന്നാൽ ഉണ്ടാകുന്ന ദുഃഖം അചിന്ത്യമാണെന്ന് മനസ്സിലാക്കൂ. ഹേ വീര, ശക്തിയാർന്നൊരു സംശയം രൂപം കൊണ്ടെത്തുന്ന പോലെ ഞാൻ കാണുന്നു. എൻ്റെ മനസന്തോഷത്തെ സാക്ഷാത്കരിക്കുന്ന നിനക്ക് സഹായമേകുന്ന സുഗ്രീവനും ഹരിവീരന്മാരും ശ്രീരാമലക്ഷ്മണന്മാരും അപാരമായ ഈ സാഗരത്തെ എങ്ങനെ കടക്കും? കര കാണാത്ത ഈ സമുദ്രലംഘനത്തിന് 3 പേരെ മാത്രമേ സമർത്ഥരായിട്ട് ഞാൻ കാണുന്നുള്ളൂ. മഹാവിഷ്ണുവിൻ്റെ വാഹനമായ വൈനതേയൻ, അതിസമർത്ഥനായ നീ, സദാഗതിയായ വായു ഭഗവാൻ. കാര്യം സാധിക്കുവാൻ ഇങ്ങനെ ദുർഘടമായിരിക്കുന്ന സ്ഥിതിയിൽ ഹേ വീര, നീ എന്തൊരു സമാധാനമാണ് കാണുന്നത്? കാര്യങ്ങൾ അറിയുന്നവരിൽ വെച്ച് അതിശ്രേഷ്ഠനാണല്ലോ നീ. എൻ്റെ ദുഃഖശമനം ഉണ്ടാകുവാൻ നീ ഒറ്റയ്ക്ക് മതിയായേക്കും. ശ്രീരാമലക്ഷ്മണന്മാരുടെ വരവ് തന്നെ ആവശ്യവുമില്ല എന്നാണോ നിന്റെ വിചാരം? ശത്രുക്കളെ ഉന്മൂലനം ചെയ്യത്തക്ക ശക്തി നിനക്കുണ്ട് എന്ന് എനിക്കറിയാം. ലങ്കാരാജ്യത്തിലെ രാക്ഷസന്മാരെ മുഴുവൻ ജയിച്ചാൽ നിന്റെ യശസ്സിനെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നല്ലാതെ ദേവന് അത് യശസ്കരമാകുമോ? ഉദ്ദിഷ്ട സൈന്യങ്ങളോടൊന്നിച്ച് അവിടുന്ന് കോദണ്ഡമേന്തി ഇവിടെ വരണം. രാവണനെ ജയിച്ച് ജയലക്ഷ്മി സമേതനായി എന്നെയും കൊണ്ട് അയോധ്യ നഗരിയിലേക്ക് പോകണം. അതാണ് ദേവന് സമുചിതമായത്. ശത്രുക്കളെ നശിപ്പിക്കുവാൻ മതിയായ ബലമുള്ളവനാണ് അവിടുന്ന്. വാനര മഹാസൈന്യത്തോടെ ഇവിടെ വന്ന് ലങ്കയെ നശിപ്പിച്ച് എന്നെ കൊണ്ടുപോകണം. വീരവീരനായ തന്തിരുവടി ആ വിധത്തിലല്ലാതെ എങ്ങനെയെങ്കിലും എൻ്റെ ദുഃഖത്തെ നശിപ്പിച്ചതുകൊണ്ട് മാത്രം എനിക്ക് കൃതാർത്ഥതയില്ല, സന്തോഷവുമില്ല. അതുകൊണ്ട് ഹേ മാരുതി, മഹാപ്രഭുവായ അവിടുത്തെ പരാക്രമത്തിനും യുദ്ധസാമർഥ്യത്തിനും സമുചിത മാർഗം ഉണ്ടാക്കുവാനുള്ള കഴിവ് നിനക്കുണ്ട്. അതിനുള്ള വഴി നീ കാണണം. കാര്യകാരണങ്ങളുടെ യോജിപ്പനുസരിച്ചതും അർത്ഥപൂർണവും സ്നേഹമസൃണവുമായ സീതാവചനം കേട്ട ഹനുമാൻ ഭാവിയിൽ നടത്തേണ്ട കാര്യത്തിന് ഉചിതമായി മറുപടി പറഞ്ഞു. ദേവി, വാനരന്മാർക്കും വൃക്ഷങ്ങൾക്കും നാഥനും ചാടുന്നവരിൽ അദ്വിതീയനും സത്യസന്ധനും ശ്രേഷ്ഠനുമായ സുഗ്രീവൻ നിന്തിരുവഴിയുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേവിയെ തിരഞ്ഞ് കണ്ടുപിടിച്ച് സ്വാമിയോടുകൂടി യോജിപ്പിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നു. വിഘ്നങ്ങൾ എന്തു വന്നാലും അതിനെ തട്ടിത്തെറിപ്പിക്കുവാനുള്ള ശക്തി വാനര രാജാവിനുണ്ട്. കോടിക്കോടി വാനര സൈന്യവും ഒന്നിച്ച് ആ കപീന്ദ്രൻ ഇവിടെ എത്തുവാൻ താമസമുണ്ടാകില്ല. രാക്ഷസ വംശത്തെ ഉന്മൂലനാശം വരുത്തുവാൻ സമർത്ഥനുമാണ് അദ്ദേഹം. ഏതൊന്നു ചെയ്യുവാനും സാമർഥ്യമുള്ളവരും ആത്മാവിനും ദേഹത്തിനും ഒരുപോലെ കരുത്തുള്ളവരും സങ്കല്പമാത്രത്താൽ ആ സ്ഥലത്ത് എത്തത്തക്ക വിധം ചാടുവാൻ സാധിക്കുന്നവരുമായ അനേകായിരം വാനരന്മാർ സുഗ്രീവ കൽപ്പന നടത്തുവാൻ തയ്യാറായിട്ടുണ്ട്.
മേൽപോട്ടും താഴോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒരുപോലെ ഗമിക്കുവാൻ യാതൊരു തടസ്സവും അവർക്കില്ല. അത്യദ്ഭുത പരാക്രമികളായ അവർക്ക് ഏതൊരു കർമ്മത്തിലും തളർച്ചയുണ്ടാകില്ല. ആഴികളും മാമലകളും നിറഞ്ഞ ഭൂവലയത്തെ എത്രയോ തവണ വായുവേഗത്തിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണവർ. കിഷ്കിന്ധയിൽ സുഗ്രീവന്റെ കീഴിലുള്ള വാനരന്മാരെല്ലാം എനിക്കു മേലെയും തുല്യമായും ഉള്ളവരാണ്. എന്നേക്കാൾ താഴ്ന്ന ബലമുള്ളവർ ആരും തന്നെ സുഗ്രീവ സന്നിധിയിൽ ഇപ്പോഴില്ല. ഞാനിവിടെ വന്ന സ്ഥിതിക്ക് മറ്റുള്ളവരുടെ കാര്യം പറയണമോ? നിഷ്പ്രയാസം അവർക്ക് ഇവിടെ എത്തുവാൻ സാധിക്കും. ശ്രേഷ്ഠന്മാരെ ഏതൊരാളും ദാസനാക്കുകയില്ലല്ലോ. ശക്തിയും ബുദ്ധിയും താഴ്ന്നവരെയല്ല ദാസ്യവേലയ്ക്ക് നടത്തുക പതിവ്. വെറുമൊരു ദൂതനാണ് ഞാനെന്ന് നിന്തിരുവടിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എന്നേക്കാൾ താഴ്ന്നവർ അവിടെയില്ലെന്ന് ഊഹിക്കരുതോ. ദുഃഖിച്ചതു മതി, മറ്റുള്ള ചിന്തകൾ ആവശ്യമില്ല. ഒരൊറ്റ കുതിപ്പുകൊണ്ട് കിഷ്കിന്ധയിൽ നിന്ന് ആ വാനരസംഘ നായകന്മാർ ഇവിടെ എത്തും. ഉദയാദ്രിയിൽ പ്രശോഭിക്കുന്ന ചന്ദ്രസൂര്യന്മാരെ പോലെ ശ്രീരാമലക്ഷ്മണന്മാർ, ആ ലോകവീരന്മാരായ പുരുഷകേസരികൾ എൻ്റെ ചുമലുകളിലിരുന്ന് ദേവിയുടെ സമീപത്ത് സൈന്യങ്ങളുടെ മുമ്പിൽ വന്നുചേരും. ദശരഥ മഹാരാജപുത്രന്മാരായ ശ്രീരാമലക്ഷ്മണന്മാർ രണ്ടുപേരും ഉത്തമ വീരപുരുഷന്മാരാണെന്ന് എനിക്കറിയാം. അവരുടെ അഗ്നിസദൃശങ്ങളായ അസ്ത്രങ്ങൾ ലങ്കാനഗരത്തെ ദഹിപ്പിക്കാൻ അധികം താമസമില്ല. ഉത്തമോത്തമയായ ദേവി, രഘുവംശത്തെ തന്നെ ആനന്ദിപ്പിക്കുന്ന സ്വാമി ബന്ധുമിത്ര പുത്രന്മാരോടുകൂടി രാവണനെ സംഹരിച്ച് നിന്തിരുവടിയെ രാജസന്നിധാനിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഹേ ദേവി, പൂർണ്ണമായി ആശ്വസിക്കൂ. മംഗളസ്വരൂപിണിയായ ദേവിക്ക് മംഗളമല്ലാതെ മറ്റെന്തൊന്ന് ഉണ്ടാകും? അധാർമികേഗ്രസരനായ അരർക്കർ നായകന്റെ നേർക്ക് കോപം കൊണ്ട് കാലാഗ്നി തുല്യനായ രഘുവരനെ അധികം താമസിയാതെ ദേവി നേരിട്ടു കാണുകയായി. അമാത്യന്മാർ, ആത്മജന്മാർ, ബന്ധുക്കൾ എന്നിവരോട് കൂടിയ ദശവദനനെ നിഗ്രഹിച്ച സ്വാമിയെ നിന്തിരുവടി രോഹിണി നക്ഷത്രം പൂർണ്ണചന്ദ്രനെ എന്ന പോലെ പ്രാപിക്കും. രണ്ടു കാര്യങ്ങളുടെ മറുകരയ്ക്ക് ദേവി അണയുകയായി. ഒന്ന്, ഈ ദുഃഖത്തിൻ്റെ അവസാനം. രണ്ട്, യുദ്ധകളത്തിൽ രാമബാണങ്ങളാൽ ശിഥിലമായ രാവണജടം. ഹൃദയത്തിൽ നിന്ന് മായാവരണം മുഴുവൻ നീങ്ങിക്കഴിഞ്ഞിരുന്ന ശ്രീ ഹനുമാൻ ദേവിയെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് മടങ്ങിപ്പോകുവാൻ തയ്യാറായി. പിന്നെയും തുടർന്നു. ശസ്ത്രാസ്ത്ര വിദ്യ പാരംഗതനായ പരന്തപനെയും കുലച്ച വില്ലേന്തി കോപം കൊണ്ട് ചെന്തി പറക്കുന്നത് പോലെയുള്ള കണ്ണുകൾ ഉരുട്ടിമിഴിച്ച കുമാരലക്ഷ്മണനെയും നിന്തിരുവടിയുടെ വിശാലലോചനങ്ങൾക്ക് മുമ്പിൽ കാണാൻ കാലതാമസമില്ല. നരി, പുലി, സിംഹം തുടങ്ങിയ ഘോരമൃഗങ്ങളെപ്പോലെ പരാക്രമശാലികളും നഖം, ദംഷ്ട്രം എന്നിവയെ ആയുധമായി ഉപയോഗിക്കുന്നവരും മദയാനയെപ്പോലെ ഭീമശരീരികളുമായ വാനരന്മാർ ആയിരം ഈ ലങ്കയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുകയായി. പർവ്വതം, കാർമേഘം എന്നിവ പോലെ ഇരിക്കുന്നവരും മലകളിൽ യഥേഷ്ടം വിഹരിക്കുന്നവരുമായ വാനരന്മാർ ലങ്കയിലും മലയപർവ്വതത്തിൻ്റെ താഴ്വരകളിലും ഗർജിക്കുന്ന ശബ്ദം ദേവി അതിവേഗത്തിൽ കേൾക്കും. കാമദേവ ശരങ്ങൾ മർമ്മങ്ങളിൽ കൊണ്ട് പീഡിതനായി സിംഹത്താൽ മദഗജം എന്ന പോലെ സ്വാമി അസ്വസ്ഥനായി വസിക്കുകയാണ്. മംഗളസ്വരൂപിണി, സാധാരണ സ്ത്രീകളെ പോലെ കരയരുതേ. മനസ്സിൽ ദുഃഖമോ ഭയമോ ഉണ്ടാകരുതേ. ദേവേന്ദ്രനോട് ശചീദേവി എന്ന പോലെ സ്വാമിയോട് നിന്തിരുവടിക്ക് സംഗമം സിദ്ധിക്കാറായി. ശ്രീരാമസ്വാമിയേക്കാൾ വിശിഷ്ടനായി ആരുണ്ട് സൗമിത്രിക്ക്? സദൃശനായിട്ട് ആരുണ്ട്? അഗ്നിയും വായുവും പോലെ ആ സഹോദരന്മാർ ദേവിക്ക് ആശ്രയമായിട്ടാണിരിക്കുന്നത്. ദേവി, ഘോരരാക്ഷസന്മാർ അധിവസിക്കുന്ന ഈ ലങ്കാരാജ്യവാസം ദേവിക്ക് ഇനി അധിക സമയം വേണ്ടിവരില്ല. നിന്തിരുവടിയുടെ പ്രാണനാഥൻ ഇവിടെ എത്തിയതായി വിശ്വസിക്കാം. ഞാനിതാ സ്വാമി സന്നിധിയിൽ എത്തുവാൻ താമസമില്ല. ഞാനിവിടെ എത്തുന്നതുവരെ ക്ഷമിച്ചാൽ മതി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.